മാസേട്ടാ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ പിന്നെ വിളിച്ചു. അതല്ല നിങ്ങള് ചോറെടുക്കാണ്ട് പോകുന്നെന്താ? ഇന്ന് ചോറ് വേണ്ട, ഇന്ന് വേറെ പണിയാണല്ലോ. നിങ്ങക്ക് നേരത്തെ പറഞ്ഞോട് രാവിലെ എങ്ങനെ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എന്നാ പിന്നെ അത് വെക്കുമ്പോ ചോദിച്ചോടെ നിനക്ക്. ഇതൊന്നും കൊണ്ടുപോകുന്നല്ലേ പിന്നെന്താ? നീ വേണ്ട, നീ എന്നെ തിന്നു. എന്ത് തിന്നൂടെ വീട് അടുത്ത തടിയൊക്കെ വരട്ടെ. അളിയാ അളിയാ, ഇതെന്താ വരില്ലേ എങ്ങട്? പണിക്ക് വരില്ലേ? ഇല്ല ഇല്ല. അതെന്താ പണിക്ക് വരാത്ത? ரொம்ப பிஸி, வர முடியல, வேற வேலை இருக்கு. അതെ, 8-10 ദിവസം പിടിക്കണ പണിയാണ്. നിന്നെ കൂടിയും കണ്ടിട്ടാണ് ഞാനത് എടുത്തത്. 10 ദിവസം പോയിട്ട് 10 നിമിഷം സുമ്മാ இருக்கிறதுக்கு ടൈം ഇല്ലളിയാ. നീ എന്താ വരാത്തതല്ലേ കാര്യം പറയുന്നോട്? അതിപ്പോ എല്ലാം അങ്ങോട്ട് சொல்லணுமா? நான் வரல, அவ்வளவுதான். അതിന് കാരണം എന്താണ്? அதெல்லாம் இதுவா தெரிஞ்சுக்கும், இப்ப சொல்ல வேண்டிய அவசியம் இல்ல. എന്നാ പിന്നെ വരണ്ട, നിങ്ങള് പോയിക്കോ. അപ്പൊ നീ എന്റെ കൂടെ വരുന്നില്ല? இல்ல. തമിഴില് சொன்னது புரியலையா? நான் നിങ്ങളുടെ കൂടെ വരുന്നില്ല. മലയാളത്തില് പുരിഞ്ഞതപ്പോ? അപ്പൊ എന്നാ നിനക്ക് പറയാൻ ഞാൻ വേറെ ആളെ വെക്കട്ടെ? വേറെ ആളെ വെക്കട്ടെ? പിന്നെ എന്റെ കൂലിക്ക് വേറെ ആളൊക്കെ വെക്കാൻ ഒട്ടും. കടലിലു മേലെ മോഹപ്പൂ കുരുവി പറന്നേ. ആശാനേ, 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 ആശാനേ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താണ് ഈ കടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? ആശാനേ, എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. എത്ര? ഒരാഴ്ചത്തെ മതി. ഒരാഴ്ചത്തെ ലീവോ? ഇതെന്തിനാണ് ഒരാഴ്ചത്തെ ലീവ് എനിക്ക്? ശരി, എനക്ക് ആവശ്യം ഉണ്ടാവൂലേ ആശാനെ? ഒരാഴ്ച എന്താ ആവശ്യം എനിക്ക്? ആശാന്റെ ആവശ്യത്തിന് ആശാൻ എന്നോട് ചോദിക്കുന്ന ലീവ് വേണം ലീവ് വേണമെന്ന് ഉണ്ടാ? എന്താ ഈ ഹംക്ക് പറയണ? അതിനല്ലേ ഇപ്പൊ ഞാൻ എന്നെ പണിക്ക് നിർത്തിയേക്കണേ. എന്റെ കടയിൽ എന്നെ പണിക്ക് നിർത്തിയേക്കണ എന്റെ ആവശ്യത്തിന് പോവാനും വരാനൊക്കെ അല്ലേ? അതെ. അതിന് പറഞ്ഞെന്താണ്? അപ്പൊ അതൊന്നും എനക്കറിയേണ്ട ആവശ്യമില്ല. എനക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം, തരാൻ പറ്റുമോ? ഇതെന്താ കാരണം? കാരണം എന്തിനാന്ന് ആശാനോട് ഞാൻ പറയുന്നത്. എനിക്ക് എന്തെല്ലാം കാരണം? എനക്ക് വീട്ടിൽ പോണ്ടി വരും. ഞാൻ കല്യാണം കഴിച്ചില്ല ആശാനെ, കഴിച്ചില്ല. എനിക്കൊരു വീടുണ്ടോ മര്യാദക്ക്? അപ്പൊ എന്റേതായ ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് കല്യാണം കഴിച്ച് വീട് വെക്കാൻ പോവാ? ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം കഴിച്ച് എന്തെന്ന് ആശാൻ നിങ്ങൾ എന്താ കുഞ്ഞുട്ടച്ച് പറഞ്ഞൊരു പീഡയിൽ ഈ പണിക്ക് വന്നേക്കല്ലേ? ഈ അവിടെ വന്നിട്ട് ഒരു ഒറ്റ ദിവസം അങ്ങോട്ട് വന്നിട്ട് ഇക്ക് ഒരാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് പോലെ എന്റെ ഭാവി എനിക്ക് നോക്കണം ആശാനെ. അന്റെ ഭാവി നോക്കാൻ ഈ പീഡ അടച്ചു പൂട്ടിട്ട് അങ്ങോട്ട് പോവലാ? അതാ ചെയ്യാ? അന്നെ ഇവിടെ പണിക്കിരുത്തല്ലേ? കണ്ട ആരും ഇവിടെ പണി ചെയ്ത സ്ഥലല്ലേ? പിന്നെ ഒരാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞാല് ആശാനെ എന്നെ പിരിച്ചു വിട്ടാനൊക്കെ പ്രശ്നമില്ല. അത് ശരി. അപ്പൊ ഇവിടെ ഇത് പന്ന ആരെ പറഞ്ഞു ഏമിച്ച് വിട്ട മാതിരി ഉണ്ടല്ലോ. ഇതാരാ എന്നെ പറഞ്ഞു വിട്ടേക്കാണല്ലോ ഇതും പറയാൻ പറഞ്ഞിട്ട്? ആരെ വന്നിട്ട് പറഞ്ഞാ? പറഞ്ഞാണോ? എന്ത്? അല്ലല്ല അങ്ങനല്ല. പിന്നെ എങ്ങനെ? ആശ എന്തൊക്കെ ഉദ്ദേശിക്കണേ? എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് എന്തിനാ ഈ ഒരാഴ്ചത്തെ ലീവ്? മര്യാദക്ക് സത്യം പറഞ്ഞോ, എന്തിനാ എനിക്ക് ഒരാഴ്ചത്തെ ലീവ്? ആശാനെ എന്റെ പേഴ്സണൽ കാര്യാന്ന്. നിനക്കൊക്കെ സംസാരിച്ചു തുടങ്ങി. ലീവ് വേണം, അതിനൊരു മാറ്റമില്ല. ഇനി പിരിച്ചു വിട്ടാനൊക്കെ ഒരു പ്രശ്നമില്ല ആശാനെ. ഇവിടുന്ന് പോയി ഞാൻ. പോണെങ്കിൽ പോയിക്കോ, ഒരാഴ്ച ലീവ് എടുത്തോ. പക്ഷെ ഇപ്പൊ ഈ പറയണ ഈ വർത്താനം ഉണ്ടല്ലോ, അതൊരു മര്യാദയില്ലാത്ത വർത്താനാ. അയച്ച് മനസ്സിലായിക്കോ. അന്റെ പല കൂട്ടുകെട്ടിന് ഞാൻ നിന്നിട്ട് ഇതിച്ച് പറഞ്ഞ ശരിയല്ല. ഒരാഴ്ചക്കാണെങ്കിൽ ലീവ് വേണമെന്നെങ്കിൽ ഇന്ന് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ അന്റെ പൂതി എന്റെ മനസ്സിലിരിക്കുള്ളൂ. അത് മനസ്സിലായിക്കോ. ആശാനെ ഒരു മര്യാദ തന്നിട്ടുണ്ട്, ഞാൻ ബഹുമാനം തന്നിട്ടുണ്ട്. പറഞ്ഞേക്കാം. ഇനി രാഷ്ട്രീയം മോന്തക്കുട്ടി നോക്കിയാൽ പിടക്കും ഞാന്. ആശാനെ ഇപ്പൊ വേണമെങ്കിൽ എന്നൊരു അടി അടിച്ചോ. അന്നെ അടിച്ചു ഞാന്. അടി കൊണ്ട് പൂജ പെടുന്നേ. ഞാൻ മര്യാദ അറിയിക്കോ പെടുന്നേ. ആശാനെ ആശാന്റെ ചടാന് സൈക്കിൾ എടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇതുവരെ എടുത്തതോ തന്നെ. ഇനി ഞാൻ എന്റെ കാർ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അതാണ് വെച്ചിട്ട് ഞാൻ പോകുക. ആശാനെ ഇറങ്ങടാ കുഞ്ഞുട്ടായി, ഇറങ്ങരുത് ഇവിടുന്ന്. ഈ മര്യാദ ഇറങ്ങി അന്നപ്പോ എന്താ മനസ്സിലാക്കിയത് വെച്ചാല് എന്നാ ഞാൻ വേണ്ടത്